CPIM-ന്റെ മാലിന്യ നിർമ്മാർജ്ജന ക്യാമ്പയിന് തുടക്കമായി. സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും PB അംഗം കോടിയേരി ബാലകൃഷ്ണനും അടക്കമുള്ള നേതാക്കൾ നേരിട്ടെത്തിയാണ് തലസ്ഥാനത്തെ ക്യാമ്പയിന് നേതൃത്വം നൽകിയത്. തലസ്ഥാനത്ത് മാത്രം 25,000-ഓളം പ്രവർത്തകരാണ് ശുചിത്വ കേരളം പരിപാടിയിൽ പങ്കാളികളായത്. നാടിനെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ CPIM ആരംഭിച്ച ശുചിത്വ കേരളം പരിപാടിക്ക് രാവിലെ 9 മണിയോടെയാണ് തുടക്കമായത്. തിരുവനന്തപുരം ജഗതിയിൽ CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നേരിട്ടെത്തി മാലിന്യ നിർമ്മാർജ്ജനത്തിന് നേതൃത്വം നൽകി. ഏതെങ്കിലും കാരണവശാൽ ഒരിടത്ത് തദ്ദേശഭരണ സ്ഥാപനം മുൻകൈ എടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നിർവഹിക്കേണ്ട കടമയിൽ നിന്ന് മാറി നിൽക്കില്ല എന്നതാണ് ഞങ്ങൾ സ്വീകരിക്കുന്ന സമീപനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയെടുത്ത് മാലിന്യ നിർമ്മാർജ്ജനം നടത്താത്ത സ്ഥലങ്ങളിൽ പാർട്ടി ഇടപെട്ട് അത് നടത്തുമെന്ന് പിണറായി പറഞ്ഞു. മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിലെ മാലിന്യങ്ങൾ നീക്കാൻ PB അംഗം കോടിയേരി ബാലകൃഷ്ണനാണ് നേതൃത്വം നൽകിയത്. എരുമക്കുഴിയിൽ കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കാണ് മാലിന്യ നിർമ്മാർജ്ജന ക്യാമ്പയിനിൽ പങ്കെടുക്കാനെത്തിയത്. ജില്ലയിൽ മാത്രം 25,000-ഓളം പ്രവർത്തകരാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിനായി രംഗത്തിറങ്ങിയത്. നഷ്ടപ്പെട്ട ജനപിന്തുണ ശുചിത്വ കേരളം പരിപാടിയിലൂടെ തിരിച്ചുപിടിക്കാനാകുമെന്നാണ് CPIM-ന്റെ പ്രതീക്ഷ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.